എന്താണ് നിങ്ങളുടെ പ്രശ്നം? ശ്രീനാഥ് ബാസിയോട് അടുപ്പമുള്ള ഒരു 5 ആർട്ടിസ്റ്റുകളുടെ പേര് ഞാൻ പറയാം. പറയൂ വിശദമായി പറയൂ. ഇനിയിപ്പോ പറയരുത്, അവരോട് അടുപ്പില്ല എന്ന് പറയരുത്. നോക്കട്ടെ, പറയാറില്ല. ഞാൻ ആരോട് പറയും? ഇവിടെ ആരുമില്ല. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. 5 ആർട്ടിസ്റ്റുകളില് അവരെ ഒന്ന് റാങ്ക് ചെയ്യണം. അതിൽ ഏറ്റവും വലിയ ചട്ടമ്പി ആര്, രണ്ടാമത്തെ ആര്, ഞാൻ പേര് പറഞ്ഞു തരട്ടെ. എത്ര നാളായി ജോലി എടുക്കണ? 2-3 വർഷമായി. 2-3 വർഷമായിട്ടും ബെറ്റർ ആവാൻ തോന്നുന്നില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ചോദ്യങ്ങള് എന്നാ ഞാനിട്ട് പോയിക്കോട്ടെ, ഞാനിട്ട് പോട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? I'm really getting pissed off now. Really? Yeah, I don't want to do an interview like this. Don't ask me to rank fucking actors from Chattambi 1, 2, 3, 4. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. You're still rolling ചേട്ടാ, എനിക്കിത് റെസ്പെക്ട് ചേട്ടാ. ഓഫ് ചെയ്യേട്ടാ, കട്ട് ചെയ്യേട്ടാ. മതി. ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൂരത്തെറി നമ്മൾ പറഞ്ഞത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആൾക്കാരോട് അമ്മയ്ക്കൊരു വലിയ സ്റ്റാറാണ്, മുഖത്ത് നോക്കി തെറി വിളിക്കുന്ന ആളെ നമ്മളെങ്ങനെ ബഹുമാനിക്കും? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ചോദിക്കാൻ ശ്രമിച്ചത് ഒരാൾക്കൊരു അതൊരു ഇഷ്ടമല്ല എങ്കിൽ കട്ട് ചെയ്യൂ എന്ന് പറയാം. ഈ പറയുന്ന ആക്ടറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സിന്റെ പേര് നമ്മൾ പറയും. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചട്ടമ്പി? അത് സാറ് ഇതൊക്കെ വലിയ തെറ്റാണോ? ആണോ? പ്രത്യേകിച്ച് അവരുടെ സിനിമ പിറ്റേ ദിവസം ഇറങ്ങണം, അതിനുവേണ്ടി നമ്മുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് അവർ പോയത്. അതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമ്മളോട് മാന്യമായി പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലി തെറ്റാണ്, ശരിയല്ല. ഇത് കൂസലില്ലാതെ സ്വന്തം അച്ഛനെ ചേർത്ത് തെറി വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇത്രയും വലിയ മഹാനായ നടൻ, വലിയ സിനിമകൾ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ട് മുഖത്ത് നോക്കി തെറി വിളിക്കുന്ന ആളെ നമ്മളെങ്ങനെ ബഹുമാനിക്കും? വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ലേഡീസിന്റെ അവർക്ക് വിഷമപ്പെടുത്തുന്ന കുറെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലാത്ത, നിയമപരമായി തന്നെ നേരിടാനാണ് ക്രൂ മെമ്പേഴ്സ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതിന്റെ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.